നമസ്കാരം. കൈലാഷ് ഹിൽസിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ മകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 21 വയസ്സുകാരിയായ യുവതിയെ ബുധനാഴ്ച രാവിലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിനു പിന്നിൽ വീട്ടിലെ മുൻ ജോലിക്കാരനാണെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. യുവതിയുടെ കഴുത്തിൽ മൊബൈൽ ചാർജറിന്റെ വയർ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനം. എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ശേഷം പിതാവിന്റെ വഴി പിന്തുടർന്ന് UPSC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതി. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് കൃത്യം നടന്നതെന്നാണ് സൂചന. കൊലപാതകത്തിന് പിന്നിൽ 1.5 മാസം മുൻപ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട മുൻ ജീവനക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ എത്രയും വേഗം പിടികൂടാനായി പ്രത്യേക പോലീസ് സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമികമായ നിഗമനം. രാജസ്ഥാൻ സ്വദേശിയായ രാഹുലിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 25 വയസ്സാണ് രാഹുലിന്. ബുധനാഴ്ച രാവിലെ മാതാപിതാക്കൾ ജിമ്മിൽ പോയ സമയത്തായിരുന്നു ക്രൂരമായ കൊലപാതകം നടത്തിയത്. എന്തായാലും പ്രതിയായ ഈ രാഹുലിനെ സാമ്പത്തിക തിരിമറികളെ തുടർന്നാണ് 6 ആഴ്ച മുമ്പ് ഇവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഇതിലുള്ള പകയാകാം കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ബുധനാഴ്ച രാവിലെ 6 മണിയോടെ പ്രതി വീടിന് സമീപം എത്തിയതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാതാപിതാക്കൾ ജിമ്മിലേക്ക് പോകുന്നതുവരെ കാത്തുനിന്ന ശേഷം മറ്റു ജോലിക്കാർ എത്തുന്നതിന് മുൻപ് ഇയാൾ അകത്തു കയറുകയായിരുന്നു. പെൺകുട്ടി പ്രതിയെ ശക്തമായി പ്രതിരോധിച്ചതായിട്ടാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ചെറുത്തുനിൽപ്പിനിടെ പ്രതി പെൺകുട്ടിയുടെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തുകയും തുടർന്ന് ഫോൺ ചാർജർ ഉപയോഗിച്ച് കഴുത്തു ഞെരിക്കുകയുമായിരുന്നു. വീടിന് പുറത്ത് സൂക്ഷിക്കാറുള്ള താക്കോൽ ഉപയോഗിച്ചാണ് പ്രതി അകത്തു കടന്നതെന്ന് കരുതുന്നു. പ്രതിയെ കണ്ടെത്താനായി ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം രാജസ്ഥാനിലെ അൽവാറിലേക്ക് തിരിച്ചു. ഇയാൾ മറ്റൊരു പീഡന കേസിലും പ്രതിയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും ക്രൈംബ്രാഞ്ച് സംഘവും വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ലൈംഗിക പീഡനത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രതി ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട്. ഇയാളുടെ കുടുംബ പശ്ചാത്തലവും നോക്കും. അവരുടെ എല്ലാ മൊഴിയും രേഖപ്പെടുത്തും. മറ്റെന്തെങ്കിലും കേസിൽ ഇയാൾ പെട്ടിട്ടുണ്ടോ, സാമ്പത്തിക പ്രശ്നത്തിൽ തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്.